സച്ചിൻ മാസ്റ്റർ പ്ലാൻ പറഞ്ഞു ഇന്നിപ്പോൾ 10 മണി വരെ തുടരും, അതിനുശേഷം നാളെ രാവിലെ തുടരും. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഇപ്പം ഇന്ന് നല്ല നിലയിൽ ഇതിന്റെ രക്ഷാപ്രവർത്തന ദൗത്യം പുരോഗമിച്ചൊരു ദിവസമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ബൂം ലെങ്ത് ക്രെയിൻ കൊണ്ടുവന്നതിന് ശേഷം വളരെ വേഗത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നീളം കൈയുള്ള നീളം കൈയുള്ള ക്രെയിൻ കൊണ്ടുവന്നതിന് ശേഷം അത് വളരെ വേഗത്തിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് തന്നെ നമുക്ക് വാഹനം പുറത്തെടുക്കാൻ കഴിയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. നേരത്തെ ജില്ലാ കളക്ടറുമായി ഞാനും ലിൻഡോ ജോസഫ് MLA ഇതിനും ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. ഇന്നത്തെ ദിവസം ഇടവേളയില്ലാതെ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ സാധ്യമായ വഴി നോക്കണമെന്ന് പറഞ്ഞിരുന്നു. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരുന്നു. ആ നിലയിൽ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ആശയവിനിമയം നടത്തുകയും ആ കാര്യത്തിൽ ഒരു കൂടുതൽ സമയം ഇടവേള ഇല്ലാതെ തുടർത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാവുന്ന രീതിയിലേക്ക് പോകുന്നത്. നാളെ നമുക്ക് എപ്പോൾ തുടങ്ങാൻ പറ്റും? രാവിലെ എത്ര മണിക്ക് തുടങ്ങാൻ പറ്റും? എങ്ങനെയൊക്കെയാണ് നാളത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്? വളരെ നേരത്തെ തന്നെ ആരംഭിക്കും. നമ്മൾ ഇന്ന് ചില സൂചനകൾ കിട്ടിയത് കൊണ്ട് തന്നെ നാളത്തെ ഈ നടപടികൾ വളരെ പ്രധാനമാണ്. നാളെ നമ്മൾ കൂടുതൽ വേഗത്തിൽ വളരെ നേരത്തെ തന്നെ ഇത് ആരംഭിക്കും. കാരണം പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. തുടർച്ചയായി ഒരുപാട് സമയം മഴ പെയ്തിരുന്നു. അങ്ങനെ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും മണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇടവേളയില്ലാതെ തുടരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. തീർച്ചയായും നാളെ എത്രയും നേരത്തെ സാധ്യമാകുന്ന നിലയിൽ എത്രയും നേരത്തെ നാളെ നാളെ ഈ പറഞ്ഞ പോലെ നടപടികൾ ആരംഭിക്കുകയാണ്. കൂടുതൽ എക്യുപ്മെന്റ്സും കൂടുതൽ മെഷീനറികൾ എത്തുന്നുണ്ട്. കുറച്ചുകൂടി വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നാകുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നീക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ഇന്നിപ്പം ബൂം ലെങ്ത് ക്രെയിൻ കൊണ്ടുവന്നതുപോലെ അത് വളരെ വേഗത്തിൽ നമുക്ക് ഒരു മാറ്റം കാണാൻ വേണ്ടി കഴിഞ്ഞു. 30 അടിയിലധികം ആഴത്തിലേക്ക് വളരെ ആഴത്തിലുള്ള മണ്ണിനടിയിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതിൽ അതിൽ നിർണായകമായ ഒരു പങ്ക് ആ യന്ത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ ആ പുഴയുടെ ഒഴുക്ക് വളരെ വേഗത കൂടിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലുള്ളത് കൊണ്ട് തന്നെ മുങ്ങിപ്പോയി അടിയിലെ വാഹനത്തിൽ ഏതെങ്കിലും നിലയിൽ അതിനെ പിക്ക് ചെയ്തെടുക്കാൻ കഴിയാവുന്ന ഒരു പ്രോസസ് നടത്തുന്നതിലും ചില പരിമിതികൾ, ലിമിറ്റേഷൻസ് ഇന്നത്തെ നടപടിയുടെ ഭാഗമായിട്ടുണ്ട്. നാളെ അതെല്ലാം പരിഹരിക്കണം. എല്ലാ സേനാ വിഭാഗങ്ങളും യോജിച്ചുള്ള അതെ, അങ്ങനെയാണ് ഇപ്പം ജില്ലാ കളക്ടറും ബന്ധപ്പെട്ടവരും നമ്മളെ ധരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ലിൻഡോ, നമ്മൾ കട്ടിപ്പാറയും പുല്ലൂരാമ്പാറയും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ വന്ന് മറ്റൊരു പ്രകൃതി ദുരന്തത്തിൽ നിൽക്കുമ്പോൾ നാളത്തെ ശ്രമങ്ങൾ എത്രത്തോളം ലിൻഡോയ്ക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു? കുറച്ചുകൂടി ആ ഒരു വിധത്തിൽ നമ്മൾ കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതെ, തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞ 2 ദിവസവും ഇന്ന് 3ാമത്തെ ദിവസം നല്ല നിലയിലുള്ള ഒരു പ്രോഗ്രസ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല നിലയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലായ ഒരു കാര്യം, ഇന്ന് രാവിലെ വരെ യെല്ലോ അലർട്ടാണ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓറഞ്ചിലേക്ക് മാറി. ക്ലൈമറ്റ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ മോശമായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ളൊരു പ്രതിസന്ധി വൈകുന്നേരം നമ്മൾ ഈ വാഹനം ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് വർക്ക്. തീർച്ചയായിട്ടും ഇന്ന് 11 മണി വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തുടർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ശുഭപ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. ഈ ലോക്കലായി കൊണ്ടുവരാവുന്ന മുഴുവൻ മണ്ണുമാന്തികളും ഇന്നിപ്പോ എത്തിക്കുന്നുണ്ട് തോന്നുന്നു അല്ലെ? ആ വിധത്തിൽ കുറച്ചുകൂടി വേഗത്തിൽ മണ്ണ് മാറ്റുന്നുണ്ട്. അതെ, ഇന്ന് കുറച്ചുകൂടെ വേഗത്തിലാണ് മാറ്റുന്നത്. 4-5 ഹിറ്റാച്ചിയൊക്കെ ഒരേ സമയം തന്നെ വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. സൈമിൾട്ടേനിയസ് ആയി എന്ത് ചെയ്യുന്നുണ്ട്, പുഴയിലെ പരിശോധന, സ്കൂബ ഉൾപ്പെടെയുള്ള ആളുകൾ സ്കൂബയ്ക്കൊന്നും നിൽക്കാൻ കഴിയുന്നില്ല. നല്ല ഒതുക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പുഴയുടെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ കലങ്ങിയ അന്തരീക്ഷത്തിലാണ്. അപ്പൊ അതെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു. ഇതാണ് ഇന്നത്തെ വന്നിട്ടുള്ള മാസ്റ്റർ പ്ലാൻ. ഇത്രയൊക്കെയാണ് തന്നെ കുറച്ചുകൂടി ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് 11 മണി വരെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെക്കുറെ അപ്രായോഗികമാവുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാനാവില്ല. രതീഷ്, ആ വിധത്തിൽ കൂടുതൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ആ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ രതീഷ്.